നീ എന്താ ഈ കാണിക്കണേ? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട എന്റെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ച പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. ഉണ്ണി മാറണം. നീ ഒരൊറ്റ ആള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സ്വന്തതി. ഉണ്ണി കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്, ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി, അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച വെക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. പൊയ്ക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞ ഇതെല്ലാം? ഉത്സവം കൊടിയേറാൻ നാളെ കുറിച്ചു ഏട്ടാ. കുംഭം 15 കൊടിയേറും. കുംഭം 15 എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ 4-5 ദിവസമല്ലേ ഉള്ളൂ വാസേവ. അടുത്ത ബുധനാഴ്ച. ഉണ്ണി തങ്ങടാ. ടൗണിലേക്ക്. ഉണ്ണി, ഉത്സവം അടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല. പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി. അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാണ് എനിക്ക്. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട. ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല തോന്നും. നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ? ഉണ്ണി എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ ആരുമില്ല. അറിയാം, ഇവിടെ ആരും ഇല്ലാന്ന്. എനിക്കത് നല്ലോണം അറിയാം. അത് അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനും ആങ്ങളെയും കളക്ടറേറ്റിൽ പോയതല്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഉണ്ണി വേണ്ട, മര്യാദക്ക് പൊക്കോ. അതെ, ഞാനിവിടെ സമ്മതം ചെയ്യാൻ വന്നൊന്നുമല്ല. പോകാം. ഉണ്ണി വേണ്ട, വിട്. വാതിൽ തുറക്ക. സുധിയേ, വാതിൽ തുറക്ക. ഇവിടെ നടന്നതൊന്നും നിന്റെ അച്ഛനും ആങ്ങളമാരും അറിയരുത്. അറിഞ്ഞാ കൊന്നുകളയും നിന്നെ ഞാൻ. മോളെ, മോളെ, വാതിൽ തുറക്ക. മോളെ, മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് ഞാൻ ഉറങ്ങുമായിരുന്നു അച്ഛാ. അല്ല, കളക്ടറേറ്റിൽ പോയില്ലേ? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ്. കളക്ടർ അങ്ങോട്ട് പോയി. കളക്ടറില്ലാതെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പാട്ടുപാടി ചെമ്പട്ടുടുത്താടി കുരുത്തോലത്തെയ്യങ്ങൾ തിരിതെളിഞ്ഞു കാവുണർന്നു ചെണ്ട ചെങ്ങിലമേളമുയർന്നു പെരുങ്കളിയാട്ടമായി തോറ്റം പാട്ടുപാടി ചെമ്പട്ടുടുത്താടി. മോളെ, ഞങ്ങൾ ഇറങ്ങുക. നല്ലൊരു ദിവസമായിട്ട് തന്നെ നിനക്ക്. ഓ, സാരമില്ല. ഇനി നമുക്ക് അടുത്ത ഉത്സവം കൂടാ. പോകാച്ചാ. ശരി. ശ്രുതി പേടിക്കണ്ട, തൊഴുതിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ വരും. കാഴ്ചയൊന്നും കാണാൻ നിൽക്കുന്നില്ല.
പേടിയുണ്ടോ നിനക്ക്? ഏയ് അമ്പലം ഇവിടെ അടുത്ത് തന്നെയല്ലേ, നിങ്ങൾ പോയിട്ട് വാ. അച്ഛാ, ശ്രുതിക്ക് ഈയിടെയായി എന്തോ മാറ്റം ഉണ്ടല്ലോ, അച്ഛൻ ശ്രദ്ധിച്ചില്ലേ? ആ ഞാനും കാണുന്നുണ്ട്. എപ്പോഴും കളിച്ചു ചിരിച്ച് നടക്കാറുണ്ടായിരുന്ന അവളിപ്പോ ഒന്നും മിണ്ടാറേയില്ല. മനസ്സിനെന്തോ പ്രയാസമുള്ളതുപോലെ. അച്ഛൻ അവളോടൊന്നും ചോദിച്ചില്ലേ? ചോദിക്കുമ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് അവള് പറയുന്നേ. ഏതായാലും നിങ്ങൾ വൈകാതെ വീട്ടിലേക്ക് പോണം കേട്ടോ. ശ്രുതി, ശ്രുതി, വാതിൽ തുറക്ക്. ശ്രുതി, വാതിൽ തുറക്കാൻ. മോനെ, വീട്ടിൽ കയറി വന്ന് കൊല്ലൂടാ നിന്നെ. നിന്നെ ഞാൻ, നീ എന്താ വിചാരിച്ചേ?